നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി മെയ് 4 വരെ സ്ഥാനാർത്ഥികൾക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചും ഒരു സ്വസ്ഥത ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം പലയിടത്തും ഇപ്പോൾ സ്ട്രോങ് റൂമുകൾ തുറന്നു എന്നുള്ള വിവാദങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടുള്ള സുരക്ഷയാണ് സ്ട്രോങ് റൂമുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, മലപ്പുറത്ത് സ്ട്രോങ് റൂമിനെ കാവൽ ഡ്യൂട്ടിക്ക് എത്തിയ 2 BSF ജവാന്മാരെ കാണാനില്ലെന്നുള്ള പരാതിയാണ് ഉയരുന്നത്. മധ്യപ്രദേശ് സ്വദേശികളായിട്ടുള്ള മുകേഷ് സിംഗ്, ബർമൻ എന്നീ ജവാന്മാരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. തുടർന്ന് BSF അസിസ്റ്റന്റ് കമാൻഡന്റ് മലപ്പുറം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ട് പരാതിയും BSF നൽകിയിരിക്കുകയാണ്. എവിടെയാണ് ഇവിടെ സ്ട്രോങ് റൂം ഡ്യൂട്ടിക്കായിട്ട് നിയമിച്ചിരുന്ന 2 BSF ജവാന്മാർ പോയിരിക്കുന്നത്? അവർ കോട്ടക്കൽ മണ്ഡലത്തിൻ്റെ പോസ്റ്റൽ വോട്ടുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിനാണ് ഇവർക്ക് കാവൽ ചുമതലയുണ്ടായിരുന്നത്. അവധിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥനുമായിട്ട് തർക്കമുണ്ടായതായി ചില സംശയങ്ങളും ഉയരുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഇവർക്ക് പകരം 2 ജവാന്മാരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ 2 കാണാതായിട്ടുള്ള BSF ജവാന്മാർ എവിടെ പോയി എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്. പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോട്ടക്കൽ മണ്ഡലത്തിൻ്റെ പോസ്റ്റൽ വോട്ടുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം കാവൽ ചുമതലയിലായിരുന്ന മുകേഷ് സിംഗ്, ബർമനുമാണ് കാണാതായിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അവർക്കായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം അവധിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി മനഃപൂർവ്വം മാറി നിന്നതാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളത് കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അധികം കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ഈ സ്ട്രോങ് റൂം വിവാദം ഇവിടെ തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനവും വിവാദങ്ങളുമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലും പാലക്കാട് ജില്ലയിലെ നെന്മാറയിലുമാണ് ഈ ഒരു സ്ട്രോങ് റൂം വിവാദമുണ്ടായത്. പേരാമ്പ്രയിൽ EVM സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിനോട് ചേർന്ന മെറ്റീരിയൽ റൂമാണ് തുറന്നതെന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. നെന്മാറയിൽ സ്ട്രോങ് റൂം തുറക്കാനുള്ള നീക്കം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഇടപെട്ട് തടഞ്ഞു. പേരാമ്പ്രയിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെന്നും അടിസ്ഥാന ചട്ടങ്ങൾ പോലും മറന്നാണ് പ്രവർത്തിച്ചതെന്നുമാണ് കലക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ വിശ്വാസ്യതയെ ബാധിക്കുന്ന നടപടികളാണ് ഉണ്ടായതെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട്. ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും സുപ്രധാനമായ ജനഹിതം സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം അത്ര എളുപ്പം ആർക്കും തുറക്കാൻ കഴിയുന്നതാണോ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സുരക്ഷ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആരുടെയൊക്കെയോ സാന്നിധ്യത്തിൽ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് സാധാരണ ഒരു സ്ട്രോങ് റൂം തുറക്കാൻ പാലിക്കേണ്ടതെന്ന് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു അവബോധം ഉണ്ടാകണമെന്നില്ല. അതിനെക്കുറിച്ച് പരിശോധിക്കാം. 2019 തമിഴ്നാട്ടിലെ മധുരയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് സമീപം രേഖകൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ അനുമതിയില്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥർ പ്രവേശിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. CPM സ്ഥാനാർത്ഥി സു വെങ്കിടേശൻ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. സ്ട്രോങ് റൂമിന് സമീപം രേഖകൾ സൂക്ഷിക്കുന്ന മുറിയിൽ കയറിയ തഹസിൽദാറും 4 ജീവനക്കാരും ചില രേഖകൾ പുറത്തു കൊണ്ടുപോയി പകർപ്പെടുത്തതായും തെളിഞ്ഞിരുന്നു. തഹസിൽദാരെയും മുറിയിൽ പ്രവേശിച്ച മറ്റു ജീവനക്കാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തെങ്കിലും കർശന നടപടി വേണമെന്നായിരുന്നു CPM സ്ഥാനാർത്ഥിയുടെ ആവശ്യം. സ്ട്രോങ് റൂമിന് സമീപം രേഖകൾ സൂക്ഷിച്ച മുറിയിൽ അനുമതിയില്ലാതെ ആൾ കയറിയ സംഭവത്തിലും സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ സമ്മതിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ച ശേഷമാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ കലക്ടറെ ഉൾപ്പെടെ സ്ഥലം മാറ്റാൻ കോടതി ഉത്തരവിട്ടത്. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ വോട്ടിംഗ് മെഷീനുകളും തെരഞ്ഞെടുപ്പ് രേഖകളും സീൽ ചെയ്ത് സുരക്ഷിതമാക്കേണ്ട ചുമതല പ്രിസൈഡിംഗ് ഓഫീസർമാർക്കാണ്. പിന്നീട് അത് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറും. മെഷീനുകളിൽ സുരക്ഷിതമായി പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് സ്ട്രോങ് റൂമിലേക്ക് എത്തിക്കേണ്ട ചുമതലയും റിട്ടേണിംഗ് ഓഫീസർമാർക്കാണ്. വോട്ടെണ്ണൽ വരെ പ്രത്യേകം സജ്ജമാക്കിയ സ്ട്രോങ് റൂമുകളിലാണ് മെഷീനുകൾ സൂക്ഷിക്കുന്നത്. വോട്ടെണ്ണലിന് മുൻപ് ഒരു തവണ മാത്രമേ സീൽ ചെയ്ത EVMകൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഈ നടപടിക്രമങ്ങൾ മുഴുവനും സ്ഥാനാർത്ഥികളുടെയും അവരുടെ ഏജന്റുമാരുടെയും അനുമതിയോടെ മാത്രമേ പാടുള്ളൂ എന്നാണ് ചട്ടം.
ഒരു പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ഒരുമിച്ച് തന്നെ സൂക്ഷിക്കണം. ബാലറ്റ് യൂണിറ്റുകൾക്ക് മുകളിൽ ഫോം 24A കൺട്രോൾ യൂണിറ്റ് വെക്കേണ്ടത്. വോട്ടെടുപ്പിന് മുൻപും പിൻപും പ്രിസൈഡിംഗ് ഓഫീസർമാർ തയ്യാറാക്കുന്ന സത്യവാങ്മൂലം അടങ്ങുന്ന സീൽ ചെയ്ത കവർ, പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ഡയറി, ഫോം 21A വോട്ട് രജിസ്റ്റർ എന്നിവ റിട്ടേണിംഗ് ഓഫീസർമാരുടെ സുരക്ഷിത കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്. ഒരു കാരണവശാലും ഇത്തരം രേഖകൾ EVM സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ വയ്ക്കരുതെന്ന് കർശന നിർദ്ദേശം കമ്മീഷൻ നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളെ സ്ട്രോങ് റൂമുകൾ നിരീക്ഷിക്കാൻ അനുവദിക്കണമെന്നും 2023 ജൂലൈ 18 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് അയച്ച കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ ദിവസം വരെ ഒരാൾ പോലും സ്ട്രോങ് റൂമുകളിൽ പ്രവേശിക്കാൻ പാടില്ലെന്നാണ് കർശനമായ ചട്ടം. വോട്ടെണ്ണൽ ദിവസം വരെയുള്ള കാലയളവിൽ ഒഴിവാക്കാനാകാത്ത കാരണം മൂലം മുറി തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ ഇക്കാര്യം റിട്ടേണിംഗ് ഓഫീസർ രേഖാമൂലം സ്ഥാനാർത്ഥികളെയോ അംഗീകൃത ഏജന്റുമാരെയോ അറിയിക്കണം. ഇവരുടെ സാന്നിധ്യത്തിൽ മുറി തുറന്ന ശേഷം പെട്ടെന്ന് തന്നെ അടച്ച് സീൽ ചെയ്യണം. വാതിലിന്റെ പൂട്ടിലും ജനാലുകളിലും സീൽ പതിപ്പിക്കാൻ സ്ഥാനാർത്ഥികളെയും അനുവദിക്കണം. ഫോം N23 ആരൊക്കെയാണ് മുറിയിൽ പ്രവേശിച്ചത്, എന്തായിരുന്നു ആവശ്യം, അകത്ത് കടന്നതിൻ്റെയും പുറത്തു വന്നതിൻ്റെയും സമയം, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യൊപ്പ് എന്നിവ അടങ്ങുന്ന ലോഗ് ബുക്ക് തയ്യാറാക്കുകയും വേണം. സ്ട്രോങ് റൂമിൽ 3 ഘട്ടങ്ങളായാണ് സുരക്ഷാ ഭടന്മാരെ വിന്യസിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാന സുരക്ഷാ മേഖല ഇന്നർ യൂണിറ്റാണ്. കേന്ദ്ര സുരക്ഷാ സേനയാണ് ഇവിടെ ചുമതലയിലുള്ളത്. സ്ട്രോങ് റൂം പരിസരവും 24 മണിക്കൂർ നിരീക്ഷിക്കുന്നതിനുള്ള ക്ലോസ്ഡ് സർക്യൂട്ട് TV ക്യാമറയുടെ സഹായത്തോടെയാണ് ഇവർ പരിശോധന നടത്തുന്നത്. സ്ട്രോങ് റൂം സ്ഥിതി ചെയ്യുന്ന സ്കൂൾ കോളേജ് ക്യാമ്പസിനുള്ളിൽ സുരക്ഷയൊരുക്കാനാണ് ഔട്ടർ യൂണിറ്റ്. കേരള പോലീസാണ് ഇവിടെ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ക്യാമ്പസിലേക്ക് കടന്നു വരാനുള്ള പ്രധാന ഗേറ്റ് ഒഴികെ എല്ലാം ആർക്കും കടന്നു വരാനാകാത്ത വിധം പൂട്ടി കാവൽ ഭടന്മാരെ നിയോഗിക്കും. ഗേറ്റിന് പുറത്തെ സുരക്ഷയാണ് 3ാമത്തെ വലയം. എയർ ക്യാമ്പിലെ പോലീസുകാരെയാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. സംശയാസ്പദമായ രീതിയിൽ ആരെയും വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ പരിസരത്ത് നിൽക്കാൻ അനുവദിക്കില്ല. നിശ്ചിത ദിവസത്തിന് 3 ദിവസം മുമ്പ് തന്നെ വോട്ടെണ്ണൽ ഹാളുകൾ സജ്ജമാക്കണമെന്നാണ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് സംബന്ധിച്ച് റിട്ടേണിംഗ് ഓഫീസർമാർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണം. അവർ ഇത് ക്രോഡീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകണം. വോട്ടെണ്ണൽ തീയതി, സമയം, സ്ഥലം എന്നിവയെക്കുറിച്ചും സ്ഥാനാർത്ഥികൾക്ക് മുൻകൂട്ടി വിവരം നൽകണം. വോട്ടെണ്ണൽ ദിവസം സ്ഥാനാർത്ഥികൾ, അംഗീകൃത പ്രതിനിധികൾ, റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പൂർണ്ണമായി വീഡിയോയിൽ പകർത്തി വേണം സ്ട്രോങ് റൂം തുറക്കാം. എല്ലാ നടപടിക്രമങ്ങൾക്കും CCTV കവറേജ് ഉറപ്പാക്കണം. സ്ട്രോങ് റൂം തുറന്ന് കൺട്രോൾ യൂണിറ്റ് കൗണ്ടിംഗ് ഹാളിലേക്ക് എത്തിക്കേണ്ട ചുമതലയും റിട്ടേണിംഗ് ഓഫീസർക്കാണ്. ബാലറ്റ് യൂണിറ്റുകൾ സ്ട്രോങ് റൂമിൽ തന്നെ സൂക്ഷിക്കും. കൺട്രോൾ യൂണിറ്റുകളുടെ പെട്ടിയിലെ സീലുകൾ വിശദമായി പരിശോധിക്കും. തുടർന്ന് സീൽ പൊട്ടിച്ച ശേഷം കൺട്രോൾ യൂണിറ്റ് പുറത്തെടുത്ത് കൗണ്ടിംഗ് ടേബിളിൽ വയ്ക്കും. തുടർന്ന് സ്ഥാനാർത്ഥി, ഏജന്റ് എന്നിവരെ കൺട്രോൾ യൂണിറ്റിലെ സീലും പരിശോധിക്കാൻ അനുവദിക്കും. സീല് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടായാൽ ആ യൂണിറ്റിലെ വോട്ടെണ്ണൽ പാടില്ല. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരം അറിയിക്കുകയും വേണം. ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങളായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് സാധാരണ കടന്നു പോകാറുള്ളത്.